എറണാകുളം വൈറ്റില സിൽവർ സാൻഡ് ഐലൻഡിലെ ചന്ദർകുഞ്ച് ആർമി ഫ്ളാറ്റ് 4 മാസത്തിനുള്ളിൽ പൊളിച്ചു നീക്കാൻ തീരുമാനം. ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിർണായക തീരുമാനമെടുത്തത്. ഫ്ളാറ്റ് പൊളിച്ചു നീക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ ഈ മാസം 24-ന് ആരംഭിക്കും. ഡോക്യുമെന്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡ്രാഫ്റ്റ് ഡോക്യുമെന്റ്സ്, ഫൈനൽ ഡ്രാഫ്റ്റ് ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ സാറ്റർഡേ ഷെയർ ചെയ്തിട്ട് ഒരു 20-ാം തീയതിക്ക് മുമ്പേ ഡെമോളിഷൻ ഏജൻസിനും പിന്നെ PMCനും സെലക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡർ നടപടിയിലേക്ക് പോവേണ്ടത്. നമ്മൾ ടെൻഡർ പ്രോസസ്സിലേക്ക് കടന്ന ശേഷം ഒരു ഡെഫിനറ്റ്ലി ഒരു 4 months വേണ്ടി വരും. And before that we are hopeful that the one person who is staying, that person also will vacate. സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. സിബി, ഈ ചന്ദർകുഞ്ച് ഫ്ളാറ്റിന്റെ ബലക്ഷയം നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഇത് പൊളിച്ചു നീക്കുമ്പോൾ അവിടെ തൊട്ടരികിലൂടെ മെട്രോ പാത പോകുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു ഫ്ളാറ്റ് സമുച്ചയമുണ്ട്. മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയ അതേ രീതി തന്നെയാകുമോ ഇവിടെയും അവലംബിക്കുക? ഏതാണ്ട് അതേ രീതിക്ക് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതിനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. മരടിലെ നേരത്തെ 4 ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയുള്ള പരിചയം വലിയൊരു അനുഭവ സമ്പത്ത് കൊച്ചിക്കുണ്ട്. എന്തായാലും അതിനുശേഷം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വൈറ്റിലയിൽ സിൽവർ സാൻഡ് ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചന്ദർകുഞ്ച് ആർമി ഫ്ളാറ്റാണ് ഇപ്പോൾ പൊളിച്ചു നീക്കാൻ പോകുന്നത്. അവിടെ 48 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 47 പേരും ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരാൾ മാത്രമാണ് ഒഴിഞ്ഞു പോകാത്തത്. അദ്ദേഹവുമായി ചില നിയമപ്രശ്നങ്ങളുണ്ട്. നിലവിൽ ഈ വാടക ഇനവുമായി ബന്ധപ്പെട്ട ചില നിയമപ്രശ്നങ്ങളുണ്ട്. അതെല്ലാം തന്നെ പരിഹരിച്ചു വരികയാണെന്നും കളക്ടർ വ്യക്തമാക്കി. ഇനി എന്തായാലും 4 മാസത്തിനുള്ളിൽ ഈ ഫ്ളാറ്റ് പൊളിച്ചു നീക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാസം 24-ാം തീയതി മുതൽ തന്നെ ടെൻഡർ നടപടി ആരംഭിക്കും. നേരത്തെ മറ്റ് ഫ്ളാറ്റ് പൊളിച്ചു നീക്കിയ ആ ഒരു ഏജൻസി ഉൾപ്പെടെ ഒരു ഓപ്പൺ ടെൻഡർ നടപടിയായിരിക്കും ആരംഭിക്കുക. പ്രത്യേകമായി സബ് കളക്ടർ തലത്തിലൊരു സബ് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അത് അവിടെ തൃപ്പൂണിത്തുറ നഗരസഭ തന്നെ ഈ അസോസിയേഷൻ, അവിടെ താമസിക്കുന്ന ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ കൂടാതെ മറ്റുള്ള ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ എല്ലാ പ്രതിനിധികളും ഉണ്ടാവും. അങ്ങനെ ആ ഫ്ളാറ്റ് പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചെയ്തിരുന്നു. ഈ യോഗത്തിന് ശേഷമാണ് നടപടികൾ പൂർത്തിയാക്കാനും വേഗത്തിലാക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 4 മാസത്തിനുള്ളിൽ ഈ ഫ്ളാറ്റ് പൊളിച്ചു നീക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഹേഷ് പറഞ്ഞ പോലെ അവിടെ കൊച്ചി മെട്രോ കടന്നു പോകുന്നുണ്ട്. അതുകൂടാതെ ഒരു വലിയ ടവർ വേറെയും ഉണ്ട്. ഇതെല്ലാം തന്നെയും അവിടെ ഒന്നും തന്നെ കേടുപാടുകൾ സംഭവിക്കാതെ കൃത്യമായി ഏറ്റവും പ്രഗത്ഭനായ കമ്പനിയെ തന്നെ തിരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഏറെ വെല്ലുവിളിയാണ്. തിരക്കേറിയ നഗരമാണ്, വൈറ്റില ജംഗ്ഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നഗരത്തെ ഭാഗത്തുള്ള ഈ ഒരു ഫ്ളാറ്റ് വളരെ കൃത്യതയോടുകൂടി തന്നെ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. അതിന്റെ ഭാഗമായി പ്രത്യേകമായ സബ് കമ്മിറ്റി തന്നെ രൂപീകരിച്ചുകൊണ്ട് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. മഹേഷ്.